ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ 12ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ജലനിരപ്പിന് മുകളിൽ ഫ്ലോട്ടിംഗ് പെന്റുകൾ സ്ഥാപിച്ച് തെരച്ചിൽ നടത്താനാണ് ഇന്നത്തെ നീക്കം. പ്രതികൂല കാലാവസ്ഥ ഇന്നും തിരിച്ചടിയാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഡ്രോൺ പരിശോധന ഉൾപ്പെടെ ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ സംയുക്ത റിപ്പോർട്ട് ഇന്നലെ കാർവാർ ജില്ലാ കളക്ടർക്ക് റെസ്ക്യൂ സംഘം കൈമാറിയിരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട് ശിരൂരിൽ നിന്ന്. ശ്രീകാന്ത്, ഇന്നത്തെ ദൗത്യം അത് 12ാം ദിവസത്തിലെ ദൗത്യമാണ്. അത് ഇന്നെങ്ങനെയായിരിക്കും? കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കാലാവസ്ഥ രാവിലെ എങ്ങനെയുണ്ട്? പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീകാന്ത്? റീജിത്ത്, ഗുഡ് മോർണിംഗ്. നിലവിൽ ഈ ഷിരൂരിൽ രക്ഷാപ്രവർത്തനം ഇന്ന് ഏറെക്കുറെ ഒരു 9 മണിയോടുകൂടിയെങ്കിലും ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രക്ഷാദൗത്യത്തിന്റെ പ്രധാന കാര്യം. നിലവിൽ കാർവാർ MLA നേതൃത്വത്തിലാണ്, അദ്ദേഹം മുൻകൈയെടുത്താണ് ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ ഇവിടേക്ക് എത്തിക്കാൻ പോകുന്നത്. ഈ നദിക്ക് കുറുകെ, നദിക്ക് മുകളിലായി ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ നിരത്തി ആ ഒത്ത നടുക്ക് ഈ നിലവിൽ ട്രക്ക് കണ്ടെത്തി എന്ന് പറയപ്പെടുന്ന ആ മൺകൂനയിലേക്ക് ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ ആങ്കറേജ് ചെയ്ത് ഉറപ്പിച്ചു നിർത്തും. ആ സ്ഥലത്ത് പിന്നീട് ഒരു വലിയ നല്ല ആഴത്തിലുള്ള കമ്പിയോ അല്ലെങ്കിൽ വടമോ, ഇരുമ്പ് വടമോ ഉപയോഗിച്ച് നേവിയുടെ ഡൈവർമാർ അടിത്തട്ടിലേക്ക്, ഈ പുഴയുടെ, ഈ നദിയുടെ അടിത്തട്ടിലേക്ക് പോയി പരിശോധന നടത്തുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊരു പോംവഴിയും അവരുടെ മുന്നിലില്ല. കാരണം വലിയ അടിയൊഴുക്കുള്ള നദിയാണ് ഇപ്പോഴും. കഴിഞ്ഞ ദിവസം, ഇന്നലെ ഏറ്റവും ഒടുവിൽ നേവി പുറത്തുവിട്ട വിവരപ്രകാരം 6.8 ഇവിടുത്തെ നോട്ട്സ്. അതിനാൽ തന്നെ ഒരു കാരണവശാലും താഴേക്ക് ഡീപ്പ് ഡൈവ് ചെയ്ത് പോകാൻ സാധിക്കില്ല എന്നുള്ളത് നേവി വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർന്ന് ഉരുത്തിരിഞ്ഞ ഏക പോംവഴി എന്ന നിലയിലാണ് ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂൺ കൊണ്ടിട്ട് അത് ആങ്കറേജ് ചെയ്ത് നിർത്തി അതിനു മുകളിൽ ഡൈവർമാരെ കൊണ്ടുവന്ന് ആ മൺകൂനയ്ക്ക് തൊട്ട് സമീപത്തായി വലിയ ഇരുമ്പ് കമ്പി നദിക്ക് താഴേക്ക് താഴ്ത്തി അതുവഴി പിടിച്ച് താഴേക്കിറങ്ങി അവിടെ ഈ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ ലോറിയുണ്ട് എന്ന് ഏറെക്കുറെ വ്യക്തമായ സ്ഥലത്ത് പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. കാലാവസ്ഥയെക്കുറിച്ച് റീജിത്ത് ചോദിച്ചത്, നിലവിലിപ്പോൾ ആകാശം മേഘാവൃതം തന്നെയാണ്. രാത്രി വലിയ മഴ പെയ്തിരുന്നു ഈ മേഖലയിൽ. ഇപ്പോഴും മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ മഴ പെയ്യുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇന്നും നാളെയും ഒക്കെ തന്നെ ഈ ഷിരൂർ മേഖലയിൽ ഓറഞ്ച് അലേർട്ടാണ്, കാർവാറിലൊക്കെ ഓറഞ്ച് അലേർട്ടാണ് എന്നുള്ളതാണ് ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രി ഒരു റിപ്പോർട്ട് ഈ റെസ്ക്യൂ സംഘം DC കൊടുത്തിരുന്നു, ജില്ലാ കളക്ടർക്ക് കൊടുത്തിരുന്നു. അത് ഇതുവരെ നടത്തിയ രക്ഷാദൗത്യത്തിന്റെ പൂർണ്ണമായ റിപ്പോർട്ടാണ് നേവി, NDRF, അതോടൊപ്പം തന്നെ മേജർ ജനറൽ ഇന്ദ്രപാലന്റെ സംഘം അടക്കമുള്ളവർ നൽകിയിട്ടുള്ള റിപ്പോർട്ടാണ് ഈ DC കൈവശം ഇപ്പോഴുള്ളത്. അത് കൃത്യമായ പഠനം നടത്തും. അതോടൊപ്പം തന്നെ ഇനി അതിന്മേൽ എന്ത് നടപടി സ്വീകരിക്കണം, നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ള കാര്യവും വൈകാതെ വ്യക്തമാവുകയും ചെയ്യും. നിലവിൽ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഇവിടെ തുടരുന്നുണ്ട്. AK ശശീന്ദ്രൻ മിനിസ്റ്റർ ഇന്ന് ഇവിടെ എത്തിച്ചേരുമെന്നറിയുന്നു. രാവിലെ തന്നെ ഉന്നതതല യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലും ഈ രക്ഷാദൗത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത്. പക്ഷേ റീജിത്ത്, ഒരു കാര്യം, അത് സത്യസന്ധമായ ഈ ഗ്രൗണ്ട് റിപ്പോർട്ട് നമ്മൾ ഇതോടൊപ്പം പറയേണ്ടതുണ്ട്. കാരണം ഇതുവരെയും ഇക്കാര്യത്തിൽ ഇത്തരത്തിൽ വിവരങ്ങൾ കിട്ടുന്നതല്ലാതെ കൃത്യമായി ഈ ലോറി ഇന്ന സ്ഥലത്തുണ്ട്, ആ ലോറിയുടെ ക്യാബിൻ ഇന്ന സ്ഥലത്താണ്, ആ ക്യാബിനിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ട്, അതായത് അർജുൻ ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തതയുമില്ല. അർജുൻ എവിടെ എന്ന ചോദ്യത്തിനും വ്യക്തതയില്ല. കാരണം അത് ഈ രക്ഷാദൗത്യ സംഘത്തെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കാരണം വലിയ കാലാവസ്ഥാ പ്രശ്നം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ അടിയൊഴുക്ക നദിയിൽ അതിരൂക്ഷമായി തുടരുകയുമാണ്. അതിനാൽ തന്നെ അതൊരു പ്രതിസന്ധിയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ അർജുന്റെ ബന്ധു ജിതിൻ പറഞ്ഞത്, കാലാവസ്ഥ നോക്കിയിരുന്നാൽ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ തന്നെ ഇത് നീണ്ടുപോകും. അതിനാൽ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കണം, കൂടുതൽ ആളുകളെ എത്തിക്കേണ്ടതുണ്ടെങ്കിൽ എത്തിക്കണം, എങ്ങനെയും ലോറി പുറത്തെടുക്കണം, അർജുനുണ്ടോ എന്ന് പരിശോധിക്കണം. ഇതാണ് അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഇന്നത്തെ രക്ഷാദൗത്യം ഏത് രീതിയിലായിരിക്കും എന്ന് കാത്തിരുന്ന് കാണാം. ആശ്വസിക്കാവുന്നത് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. കഴിഞ്ഞ 11 ദിവസവും ഈ സിഗ്നൽ കിട്ടി, 3-ാം സ്പോട്ടിൽ കിട്ടി, 4-ാം സ്പോട്ടിൽ കിട്ടി എന്നൊക്കെ പറയുന്നതല്ലാതെ ഒരു തരത്തിലുള്ള മുന്നേറ്റവും ഉണ്ടായിരുന്നില്ല. ഈ 12-ാം ദിവസമെങ്കിലും എന്തെങ്കിലും ആശയ്ക്ക് വകയുള്ളത്, ആശ്വസിക്കാൻ വകയുള്ളത് കിട്ടുമോ എന്ന് കാത്തിരുന്ന് കാണാം.
ശ്രീകാന്ത്, ഡ്രോൺ പരിശോധന ഉൾപ്പെടെ ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ സംയുക്ത റിപ്പോർട്ട് അത് കാർവാർ ജില്ലാ കളക്ടർക്ക് റെസ്ക്യൂ സംഘം കൈമാറിയിട്ടുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധനാ റിപ്പോർട്ടൊക്കെ വളരെ പ്രധാനമാണ്. ഇപ്പോഴും ഈ പോയിന്റ് 3-യിൽ തന്നെ ലോറിയുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയുണ്ട്, ലോറിയുണ്ട് അവിടെ എന്നുള്ള നിഗമനത്തിലാണ് നിലവിൽ നടപടികൾ തുടരുന്നതെങ്കിലും ഔദ്യോഗികമായി അതിൻ്റെ ഒരു സ്ഥിരീകരണം ലഭ്യമായതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണോ ദൗത്യസംഘം ആലോചിക്കുന്നത്? അങ്ങനെയെങ്കിൽ ആ സ്ഥിരീകരണം അത് എപ്പോഴേക്ക് പ്രതീക്ഷിക്കാം? ഇന്നലെ രാത്രി തന്നെ അത്തരത്തിലൊരു സ്ഥിരീകരണം പ്രതീക്ഷിച്ചിരുന്നല്ലോ, പക്ഷേ അത് പിന്നീട് ഉണ്ടായില്ല. ശ്രീകാന്ത്, റിജിത്ത്, ഇക്കാര്യത്തിൽ ഈ വലിയ പരിമിതികളുണ്ട് എന്നുള്ളതാണ് ഈ മേജർ ജനറൽ ഇന്ദ്രപാലന്റെ നേതൃത്വത്തിലുള്ള സംഘമടക്കം പറയുന്നത്. കാരണം മാനുഷികമായ പിഴവുകൾ സംഭവിക്കും, ചില സാങ്കേതികമായ പിഴവുകളൊക്കെ തന്നെ സംഭവിക്കും ഈ ഇത്തരത്തിൽ പരിശോധന നടത്തുമ്പോൾ. പക്ഷെ ഒരു കാര്യം അവർ ഉറപ്പിച്ചു പറയുന്നു, തെർമൽ സ്കാനിംഗ് നടത്തിയപ്പോൾ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല പ്രദേശത്ത് എന്ന്, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നവർ ഉറപ്പ് പറയുന്നുണ്ട്. അതായത് അർജുൻ ഈ ലോറി സ്പോട്ട് ചെയ്തു എന്ന് പറയുന്ന പ്രദേശത്ത് അർജുനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആളുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ ഇത് ലോറി തന്നെയാണ് എന്ന് ഒരു ഭാഗികമായ നിഗമനത്തിലേക്കാണ് അവർ എത്തിച്ചേരുന്നത്. അത് അർജുന്റെ ഈ ഭാരത് ബെൻസ് ലോറി തന്നെയാണ് എന്നൊരു ഭാഗിക നിഗമനം അവർക്കുണ്ട്. അതുകൂടി ചേർത്തുള്ള റിപ്പോർട്ടാണ് നിലവിലിപ്പോൾ ഈ ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുള്ളത്. ആ സ്ഥലം, ആ വലിയ മൺകൂന, അത് അർജുന്റെ ലോറി കിടക്കുന്ന ഭാഗം തന്നെയാണ്. അവിടം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി ക്യാബിൻ അവിടെ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതായിരിക്കും പ്രധാനമായ ദൗത്യം. ഇതിൽ റീജിത്ത് പറഞ്ഞതുപോലെ മേജർ ജനറൽ ഇന്ദ്രപാലന്റെയൊക്കെ ഈ സാങ്കേതിക പഠനം അത് സഹായകരമാണ്. അത് ഈ സ്ഥലം കണ്ടെത്താൻ സഹായകരമാണ്, ആ ലോറി അവിടെ ഉണ്ടോ എന്ന് കണ്ടെത്താൻ സഹായകരമാണ്, ആ സ്ഥലങ്ങളൊക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായം ചെയ്യുന്നതാണ്. പക്ഷെ 12-ാം ദിവസമാണ്. ഈ 12-ാം ദിവസത്തിലും ഇത്തരത്തിൽ അങ്ങനെയൊരു സാധനം അവിടെ ഉണ്ടോ എന്ന് പോലും നമുക്ക് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. കാരണം രക്ഷാദൗത്യം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന അവിടെ ഇറങ്ങി നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയത്തും ഈ സാധനം അവിടെയുണ്ടോ, ലോറി അവിടെയുണ്ടോ, മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്നൊക്കെയുള്ള തെരച്ചിൽ പരിശോധന, സാങ്കേതിക പരിശോധന മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിനാരെങ്കിലും കുറ്റം പറയാമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഈ ഘട്ടത്തിൽ അറിയില്ല. കാരണം നമ്മൾ അവിടെ പോയതാണ്, രാത്രി സമയത്തും പോയി പകൽ സമയത്തും പോയി. അവർ ഈ കരയോട് ചേർന്ന് റോഡിൽ മണ്ണ് മാറ്റി പരിശോധിക്കുന്നുണ്ട്, ലക്ഷ്മണന്റെ കടയുടെ ഭാഗത്തൊക്കെ തന്നെ. അതിനപ്പുറം അവിടെയൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട്. നദിയിൽ അടിയൊഴുക്കുണ്ടോ, സ്കൂബ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. ഇത്തരം പരിശോധനകൾ നടക്കുന്നതിനപ്പുറം അവിടെ ലോറി ഉണ്ടോ, അർജുനുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും ഇനിയും ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അത് പോകാൻ സാധിക്കാത്ത കാലാവസ്ഥയും സാഹചര്യവും കൂടി ഉണ്ട് എന്നുകൂടി ഇതിനൊപ്പം പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ശരി, എസ് ശ്രീകാന്താണ് ശിരൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. 12-ാം ദിനത്തിലേക്ക് രക്ഷാദൗത്യം കടക്കാൻ പോവുകയാണ്. ഇന്ന് ദൗത്യസംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യമുണ്ടായാൽ ഒരുപാട് മുന്നേറാൻ കഴിയില്ല. എങ്കിലും അതിനെ മറികടക്കാൻ കഴിയുന്ന പുതിയ സംവിധാനങ്ങൾ എത്തിക്കാനുള്ള നീക്കം ദൗത്യസംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ അതിന്റെ നടപടികളിലേക്ക് അവർ കടക്കുകയും ചെയ്യും.